ബാഴ്സലോണ വേഴ്സസ് വാലഡോളിഡ് മാച്ച് നടന്നു. ആ ഒരു മത്സരത്തിൽ ബാഴ്സ 2-1 വിജയിച്ചിട്ടുള്ളത്. ശരിക്കും ഈ ഒരു മാച്ച് വലിയൊരു മാർജിനിൽ ബാഴ്സ വിൻ ചെയ്യാൻ പറ്റും. ബാഴ്സയുടെ സ്ഥിരമായിട്ടുള്ള സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കുകയാണെങ്കിൽ വലിയൊരു മാർജിനിൽ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ചാണ്. പക്ഷെ അവിടെ ഹാൻസിബിലേക്ക് ഈ ഒരു പ്ലേയിങ് ടൈം ലഭിക്കാത്ത താരങ്ങളെ വെച്ചിട്ടാണ് പെർഫോം ചെയ്യിപ്പിച്ചത്. കാരണം അടുത്ത മാച്ച് എന്ന് പറയുന്നത് ഇന്റർ മാച്ചാണ്. ഇപ്പോൾ പ്രോപ്പർ റെസ്റ്റ് അത്യാവശ്യമാണ്. ഫാറ്റിക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് അറിയാലോ, ആ ഒരു മാച്ചിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്യത്തില്ല. അതൊക്കെ കൊണ്ടാണ് ഹാൻസിബിലേക്ക് റൊട്ടേഷൻ നടത്താൻ തീരുമാനിച്ചത്. ഇപ്പോൾ റൊട്ടേഷൻ നടത്തുമ്പോൾ പ്ലേയിങ് ടൈം ലഭിക്കാത്ത താരങ്ങൾക്കാണ് കൂടുതൽ ചാൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മുടെ ഡാനി റോഡ്രിഗസിൻ്റെ ഒരു ഡെബ്യൂ മാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് വിട്ട്. ശരിക്കും നല്ലൊരു ചാൻസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഹാൻസ് ഫ്ലിക്കിന് അണ്ടറിൽ വീണ്ടും വീണ്ടും ആക്ഷൻസ് പ്ലേയേഴ്സിന് ലഭിക്കും. മെയിനായിട്ട് ഓൾറെഡി ഹെക്ടർ ഫോർട്ട്, അൻസു ഫാറ്റിക്കും ഒക്കെ വീണ്ടും വീണ്ടും ചാൻസ് ലഭിക്കും. അത് പ്രോപ്പറായിട്ട് അവരൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു മാച്ചിലാണെങ്കിൽ ഡാനി റോഡ്രിഗസ് ഈ ഒരു ഫസ്റ്റ് ഹാഫ് പോലും കംപ്ലീറ്റ് ചെയ്യാതെയാണ് പുറത്ത് പോകേണ്ടി വന്നത്. കാരണം പ്ലെയറിൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയി. ഗെറ്റ് വെൽ സൂൺ ഡാനി റോഡ്രിഗസ്. എന്തായാലും ശരി, ഞാൻ ഈ ഒരു മാച്ചിൽ ചില താരങ്ങൾ പെർഫോമൻസിൽ അത്ര ഹാപ്പി അല്ല. പിന്നെ കുറേ ആൾക്കാർ ഈ ഒരു ജെറാഡ് മാർട്ടിനെ ടാർച്ച് ആയിട്ടുള്ള പോസ്റ്റും കമൻസൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ശരിക്കും അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം നമുക്കറിയാം പ്ലെയറിന് പറഞ്ഞ് ഇത്രേ ഔട്ട്പുട്ട് വരത്തുള്ളൂ. പിന്നെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങൾ വേണമെങ്കിൽ ഹാൻസ് ഫ്ലിക്കിൻ്റെ അടുത്ത് പോയി ചോദിച്ചോ. പക്ഷെ പ്ലെയറെ ടാർച്ച് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ട് എന്താന്ന് കേട്ടോ, ഹാൻസ് ഫ്ലിക്കല്ലേ ഡിസൈഡ് ചെയ്യുന്നത് ഈ താരത്തെ കളിപ്പിക്കാൻ. ശരിക്കും ജെറാഡ് മാർട്ടിൻ്റെ 100% നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ബാസ ലെവലിൽ ഇല്ലാന്ന് മാത്രം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ആ പ്ലെയറെ ഒഴിവാക്കുക. ഒരു ചർച്ചാ വിഷയമായിട്ട് ആ പ്ലെയറെ യൂസ് ചെയ്യുന്നതിൽ ലോജിക്ക് ഇല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഗ്യാവിക്ക് ചെറിയൊരു മസിൽ ക്രാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. സീരിയസ് അല്ല എന്നാണ് അപ്ഡേറ്റ്സ് പറയുന്നത്. ഇങ്ങനെയൊക്കെയും കാര്യങ്ങൾ പോക്ക് എന്നതെല്ലാം കണ്ട് തന്നെ അറിയാം. എന്തായാലും ഈ ഒരു മാച്ചിൽ ഹാൻസ് ഫ്ലിക്ക് ചില ചേഞ്ചസ് വരുത്തിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു മാച്ച് വിൻ ചെയ്യാൻ പറ്റിയത്. റഫീനയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഫെർമിൻ്റെ ഭാഗത്തുനിന്നും അത്യാവശ്യം നല്ലൊരു ബോൾ കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഒരു കംബാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ബാസയുടെ പെർഫോമൻസിൽ അത്ര ഹാപ്പി അല്ല. പക്ഷേ റിസൾട്ട് വൈസ് ഞാൻ ഹാപ്പിയാണ്. നമ്മൾ 3 പോയിന്റ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അങ്ങനെ നിലവിലുള്ള ലാലിഗ ടേബിളിൽ ബാസ 1-ാം സ്ഥാനക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇന്റർ മിലാൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്റർ മിലാൻ സിരിയയിൽ 2-ാം സ്ഥാനക്കാരായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2-ാം സ്ഥാനക്കാരായിട്ട് നിൽക്കുന്ന ടൈമിലാണ് വെറോണ എന്ന് പറയുന്ന ക്ലബിനെതിരെ വലിയൊരു സ്ക്വാഡ് റൊട്ടേഷൻ, ഗോൾ കീപ്പർ അടക്കം മാറ്റിയിട്ട് ഉള്ളൊരു സ്ക്വാഡ് റൊട്ടേഷനോട് കൂടി വരുന്നത്. എന്നിട്ട് ആ ഒരു മാച്ച് അവർ വിൻ ചെയ്തു. ഈ ഒരു മാച്ചിൻ്റെ 9-ാം മിനിറ്റിൽ പെനാൽറ്റി ലഭിച്ച് ലീഡ് നേടി. ആ ലീഡാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയത്. അപ്പോൾ ഇന്റർ മിലാൻ ഒരു വലിയൊരു റിസ്ക് എടുത്തിട്ട് ആ ഒരു മാച്ച് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാസ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ചിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള റസ്റ്റ് ലഭിച്ചിട്ടാണ് ഒപ്പോണന്റ് ടീം വരുന്നത്. അതേപോലെ തന്നെ ബാസക്കാണെങ്കിൽ ചില താരങ്ങൾക്ക് പ്രോപ്പറായിട്ട് റസ്റ്റ് കൊടുക്കാനും പറ്റിയിട്ടില്ല. എന്തായാലും ഇന്റർ വേഴ്സസ് ബാസ മാച്ച് സെക്കൻഡ് ലെഗ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ററിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള സാൻ സീറോയിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. അപ്പോൾ സാൻ സീറോയിൽ മാച്ച് നടക്കുന്നത് കൊണ്ട് ഹോം അഡ്വാൻറ്റേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ അവർ ശ്രമിക്കും. അപ്പോൾ ബാസ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോം അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിട്ടും ഈ പറയുന്ന ഇന്റർ മിലാൻ തോറ്റിട്ടുണ്ട്. റോമയ്ക്കെതിരെ തോറ്റിട്ടുണ്ട്, AC മിലാനെതിരെ തോറ്റിട്ടുണ്ട്. അപ്പോൾ ബാസ നല്ലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്റർ മിലാനെ തോൽപ്പിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു മൈൻഡ് സെറ്റോട് കൂടി ഈ ഒരു മാച്ച് അപ്രോച്ച് ചെയ്യാം. നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു മാച്ചിലുള്ളൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാൽഡെ അവൈലബിൾ ആവില്ല. ബാൽഡെ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു മാച്ച് പെർഫോം ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ബാൽഡെ എന്ന് പറയുന്ന താരം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബാൽഡെ എന്നായിട്ട് റഫീനക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, നമ്മളുടെ അറ്റാക്കിൽ വരുന്ന ചേഞ്ചസ്. അപ്പോൾ ബാൽഡെ ഇല്ലാതെ നമ്മൾ ഈ ഒരു മാച്ച് പെർഫോം ചെയ്യേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ ലെവൻഡോസ്കി ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. പ്ലെയറിന് മിനിമം ഒരു 30 മിനിറ്റ്സ് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ പ്ലെയർ എത്തി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരാഴ്ച മുൻപ് വന്ന റിപ്പോർട്ട്സ് പറഞ്ഞത് ലെവൻഡോസ്കി ഉണ്ടാവില്ല, ബാൽഡി ഉണ്ടാവുമെന്നായിരുന്നു. പക്ഷേ ലാസ്റ്റ് വന്ന റിപ്പോർട്ട് പറയുന്നത് ബാൽഡി ഇല്ല, ലെവൻഡോസ്കി ഉണ്ടാവുമെന്നാണ്. എന്തായാലും ശരി, ബാസ നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യട്ടെ. പിന്നെ ഇപ്പോൾ വരുന്നൊരു റൂമർ എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർ മിലാനെതിരെയുള്ള സ്റ്റാർട്ടിംഗ് ലെവലിൽ ബാസ ഡിഫൻസ് പറയുന്നത് ഈ ഒരു ഇനിഗോ, കുബാർസി, അറോഹോ, എരിക് ഗാർസിയ എന്ന രീതിയിലാണ്. ഇപ്പോൾ കുബാർസി ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് ആയിട്ടും ഈ ഒരു ഇനിഗോ ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എനിക്കറിയില്ല ഈ ഒരു ഇനിഗോ എത്രത്തോളം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ
2 മാച്ച് ഞാൻ കണ്ട ആളാണ്. ബട്ട് എനിക്കത്ര വലിയൊരു വൗ ഫാക്ടർ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറേ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ ആ ഒരു റോളില് അറോഹോ എന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെറ്റർ ഔട്ട്പുട്ട് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. പ്ലെയറിൻ്റെ പേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. എന്തായാലും ശരി, ഈ ഒരു ഹാൻസ് ഫ്ലിക്കിൻ്റെ ടേക്കാണ്. എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കണ്ടന്റ് അറിയാം. പിന്നെ ഈ ഒരു മത്സരത്തിൽ എന്തായാലും ലെമീൻ്റെ 3 പ്ലേയേഴ്സ് മാൻമാറിക്കും. വെറിഗാസ് നല്ല എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള പെദ്രി, ഫ്രാങ്ക് ഡിയോങ്, ഡാനി ഓൾമോ ഈ താരങ്ങളും എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട്. പിന്നെ ബാൽഡി ഇല്ലാത്തതുകൊണ്ട് റഫീനി ഇപ്പോൾ ഇടുന്ന എഫേർട്ടിനേക്കാളും 2 ഇരട്ടി എഫേർട്ട് ഇട്ട് ഈ ഒരു മാച്ചിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു മാച്ചിനെ കുറിച്ചും അതേപോലെ തന്നെ ഇന്റർ മിലാൻ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.